ബ്രദർ പുതിയൊരു ഇത് പറഞ്ഞുതരാണ്. അറബിയില് 7000 സംതിങ് ഹദീസ് വരുന്നുണ്ട്. പക്ഷെ അതിൽ 3000-ഓളം, എന്റെ അറിവ് ശരിയാണെങ്കിൽ 3000-ഓളോ മറ്റോ ആവർത്തനം വരുന്നുണ്ട്. അപ്പൊ ആവർത്തനം എന്ത് ചെയ്യില്ല, പരിഭാഷയിൽ കൊടുക്കൂല. അപ്പൊ അത്രയും ഒരു നമ്പർ വ്യത്യാസം പരിഭാഷയിൽ കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ നമ്പർ എന്റെ ഇരിക്കുന്ന ഹദീസ്, സുന്നികളുടെ ഇറക്കിയിരിക്കുന്ന ഹദീസുകൾ 2230 ഹദീസുകളാണ്. ഈ 2230 പറയുന്നത് കേൾക്കൂ, 7000 ഹദീസ് ഉണ്ട്, 7000 ഹദീസ് വരും. പറയുന്നത് കേൾക്കൂ. താങ്കളുടെ ഇപ്പൊ എന്റെ ഇരിക്കുന്ന പുസ്തകം താങ്കളുടെ ഇല്ലല്ലോ. എന്റെ ഇരിക്കുന്ന പുസ്തകത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. 2230 ഹദീസുകളാണ് ഇതിന്റെ അകത്തുള്ളത്. എന്നിട്ട് ഇതിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് കാന്തപുരം അബൂബക്കർ വരെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് സ്വഹീഹൽ ബുഖാരിയുടെ ഓരോ ഹദീസിനും റസൂലുള്ളാഹിയുടെ അംഗീകാരമുണ്ട്, അംഗീകാരപ്പെട്ടത് മാത്രമാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ അത് നോക്കിയത്. ബ്രദർ ആ ഫോട്ടോ ഇട്ടോളൂ, ആ ഫോട്ടോ ഇട്ടോ, ക്ലിപ്പ് ഫോട്ടോ. അതിൽ അറബി ഉണ്ടല്ലോ, ഫോട്ടോ ഇട്ടാ മതി, ഞാൻ കണ്ടുപിടിച്ചോളാം. അറബിന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഞാനൊരു കാര്യം, താങ്കളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ സാധനം ഒന്ന് sunna.com കയറിയില്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. sunna.com ഇപ്പൊ ഞാൻ ഇവിടെ എടുത്ത് മോളിപ്പോ പേസ്റ്റ് ചെയ്ത് തരാം, പിന്നെ പ്രശ്നം തീർന്നല്ലോ. ബ്രദർ എന്ത് ചെയ്താൽ മതി, ആ ഫോട്ടോ ഇട്ടാൽ എനിക്ക് അറബി കിട്ടിയാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം, തപ്പി പിടിച്ചോളാം, കുഴപ്പമില്ല. അറബി കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും, നമ്പർ കിട്ടും. ഒരു മിനിറ്റ്, ഞാൻ ഈ സാധനം എന്നാ പിന്നെ ഈ മുസ്ലിം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കൂടെ താങ്കൾക്ക്? 1745 മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, പിന്നെ മുസ്ലിം 1745 കോംപ്ലിക്കേറ്റഡ് ആണ് നമ്പറിൽ, കാരണം ബുഖാരിയാണ് നമ്പറിൽ എളുപ്പം. നിങ്ങൾ എടുക്കുന്നേ മുസ്ലിമും ബുഖാരി ഒന്നും ഇങ്ങനെ പറയാതെ നിങ്ങൾ എടുക്ക, സംഭവം എടുക്ക്. പൊന്നു ബ്രദറെ, എനിക്ക് കുഴപ്പമില്ല. എടുക്കുന്നേ ബുക്ക് ഓഫ് ജിഹാദ്, ബുക്ക് ഓഫ് ജിഹാദ് അല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. എന്താ വെച്ചാൽ ബുക്ക് ഓഫ് ജിഹാദ് എടുത്തേ, ബുക്ക് ഓഫ് ജിഹാദ് എടുത്തേ. സ്വഹീഹ് മുസ്ലിം 1745 ദ ബുക്ക് ഓഫ് ജിഹാദ് എടുത്തേ. ബുക്ക് ഓഫ് ജിഹാദിൽ എത്രാമത്തെ നമ്പർ ആണെന്നാ പറഞ്ഞത്? 1745. അറബി കിട്ടിയായിരുന്നെങ്കിൽ. അറബി ഒരു സൈഡിൽ അറബി ഉണ്ട്, ഒരു സൈഡിൽ മലയാളം ഉണ്ട്. അറബി എനിക്ക് കിട്ടിയാൽ മതി. അല്ല, sunna.com-ലോട്ടൊന്ന് കയറി. നിങ്ങൾ പറഞ്ഞില്ലേ എന്തിനാണ് താങ്കൾ ഈ ഉരുണ്ട് കളിക്കുന്നത്? എന്റെ സുഹൃത്ത്, എന്തിനാ ഈ ഉരുണ്ട് കളിക്കുക? താങ്കൾ പറഞ്ഞ നമ്പർ കിട്ടിയാൽ ഗൂഗിളിൽ കയറി നോക്കാന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ കിട്ടുന്ന നമ്പറാണ് താങ്കളോട് പറഞ്ഞു തരുന്നത്. അറബിയും മലയാളമായിട്ടുള്ള sunna.com-ന്റെ നമ്പറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്വഹീഹ് മുസ്ലിം 1745 എന്നൊന്ന് അടിച്ചു നോക്കിയാൽ ഈ സാധനം കിട്ടുമല്ലോ. എന്തിനാ കിടന്നുകൊണ്ട് ഈ ഉരുണ്ട് കളിക്കുന്നത്? എന്റെ ബ്രദർ ഉരുണ്ട് കളിച്ചല്ല, sunna.com-ന്റെ നമ്പർ അല്ലേ ബ്രദർ പറഞ്ഞത്? sunna.com-ന്റെ നമ്പറായി 1745 സ്വഹീഹ് മുസ്ലിം 1745 1745 ഞാൻ ചാറ്റിലാത്തിട്ടുണ്ട്. ഓക്കെ അല്ല, ഞാനത് ഓക്കെ ബ്രദർ, ഒന്നും വിഷയമല്ല. ഓക്കെ ബ്രദർ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വേറെ ആർക്കെങ്കിലും കിട്ടിയോ ഇവിടെ? മൈക്കിളെ, നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? അയറിനെ നോക്കിയോ? കിട്ടി, അതിനകത്ത് ഞാൻ ഓൾറെഡി ഇടുകയും ചെയ്തല്ലോ. ഓക്കെ, കിട്ടി, ഞങ്ങൾ കണ്ടുപോയിച്ചല്ലോ. മേലിലൊന്ന് പിൻ ചെയ്തേക്കാവോ? മോളി പിൻ ചെയ്യണോ? അതും പിൻ ചെയ്യാം. എന്ത് ചെയ്യും? നിങ്ങൾ ഇട്ട സാധനം അല്ല, ചാറ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ക്രോമിനകത്തോണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം. അത് കോപ്പി ചെയ്താലും അവിടെ ഇട്ടിട്ടുണ്ടല്ലോ. ഈ ചാറ്റിലേക്ക് ഒന്ന് നോക്കി, ഇവിടെ കിടപ്പുണ്ടല്ലോ. ചാറ്റിലേക്ക് നോക്ക്, ഇവിടെ കിടപ്പുണ്ടെന്നേ. കുട്ടികളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പച്ച ഹദീസ് നമ്മളിൽ ഇരിക്കല്ലേ. ഉള്ള അത്രയ്ക്കൊരു നരാധവൻ. അന്നേരം ഈ മുഹമ്മദ് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഹമാസുകാരെല്ലാം ഈ ഒക്ടോബർ 7 വന്ന് കുട്ടികളെ കൊന്നതല്ലേ? അതെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ. കാരണം അബൂബക്കർ വരെ അത് പറയുന്നുണ്ടല്ലോ. മനസ്സിലായോ? അല്ല, പിന്നെ എന്തിനാണ് ഈ ഷിനാദ് അയ്യോ ഇസ്രായേലികൾ അവിടെ പോയി ഗാസയിൽ പോയി കുട്ടികളെ കൊല്ലുന്നെന്നും പറഞ്ഞ് കരഞ്ഞു മെഴുകുന്നു? പറഞ്ഞേക്കുന്നേ
അവരുടെ കിതാബിൽ പറഞ്ഞ കാര്യം അവര് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആരാണ് പറഞ്ഞു? ഇങ്ങനെ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, സൗണ്ട് ഭയങ്കര കുറവാണ്. ഷിനാദ് എവിടെ പോയി? മൗനവ്രതത്തിൽ പോയി. എന്റെ ഷിനാദ് എടുത്തോ, സംഭവം എടുത്തോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളെല്ലാം കണ്ട് ബോധിച്ചു, താങ്കളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം യുദ്ധം തന്ത്രമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ തന്ത്രശാലിയായിട്ടുള്ള പരിപാടിയല്ലേ ചെയ്യത്തുള്ളൂ. കുട്ടികളെ കൊല്ലാൻ വേണ്ടി, കുട്ടികളെ വധിച്ചു പോകണം. നബി പറഞ്ഞു അവരും അവരിൽപ്പെട്ടവർ തന്നെയല്ലേ എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ സമ്മതം കൊടുക്കുകയാണ്. ഇതേ സിസ്റ്റം തന്നെയാണ് മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇനി വേറെ ഒരു കാര്യം, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവരുടെ പറഞ്ഞു ഹദീസ് കണ്ടു ബ്രദർ. എന്താ വെച്ചാൽ ബ്രദർ മുസ്ലിം എടുത്തോണ്ട് തന്നെ അതിലൊരു ഉപകാരം ഉണ്ടായി. എന്താ വെച്ചാല് ബ്രദർ അതിന്റെ തൊട്ട് മുമ്പ് മോളത്തെ ഹദീസ് കൂടെ ഒന്ന് വായിക്കാവോ? ഏതിന്റെ? 1744 ഹദീസ്. അല്ല, ഈ 45 പറ, എന്നിട്ട് നമുക്ക്, ഞാൻ 45 വെച്ച് 45ന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് 44 പോവാം. 45 ഒന്ന് പറഞ്ഞേ. 45 എന്താ വിഷയം എന്ന് പറഞ്ഞു, എന്നിട്ടാട്ടോ നമുക്ക് 44ലേക്ക് വന്നു. അല്ലെന്നേ, ഈ 45 ഇപ്പൊ നമ്മുടെ സംസാര വിഷയം. ഓ അതെ ബ്രദറെ, അത് ബ്രദർ അത് ബ്രദറാണല്ലോ കോട്ട് ചെയ്തത്. നമ്മൾ ഈ കോട്ട് ചെയ്യുമ്പോ സാധാരണ പറയല്ലേ അതിന്റെ മുമ്പും പിന്നും വായിക്കാന്ന് പറയല്ലേ. മുമ്പും വായിക്കാം. ആദ്യമേ ഇതൊന്ന് വായിച്ച എല്ലാരും ഒന്ന് കേക്കട്ടെ. ആദ്യമേ ഇതൊന്ന് വായിച്ചേ. മോളത്തെ ഹദീസ് ഒന്ന് വായിക്കുമ്പോ അല്ല നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. അതാണ് ആദ്യം പറയുന്നത് വായിക്കാതെ അല്ല സെക്കൻഡ് വായിക്കേണ്ടത്. അതൊന്ന് വായിച്ചൊരു ക്ലിയറൻസ് വരും. അതൊന്ന് വായിച്ചു ബ്രദർ വായിച്ചാൽ മതിയല്ലോ. ഞാൻ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു. ഷിനാദ് വായിക്കേ. ഷിനാദ് അല്ലേ അതിപ്പോ കൊണ്ടുവന്നത്. ഓക്കെ ഞാൻ വായിക്കാം. അന്ന പിന്നെ 1744 ഹദീസാണ്. അതിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന, എനിക്കറിയില്ല ബ്രദറിന്റെ അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഓരോ ഹദീസിന്റെ മുകളിൽ ഹെഡിങ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അറബിയിൽ അതിന് ഹെഡിങ് ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തന്നെ തഹരീം ഖത്ലിൻ നിസാ വസ്സിബിയാൻ ഫിൽ ഹർബ്, യുദ്ധത്തിൽ കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും കൊല്ലുന്നത് നിഷിദ്ധമാണ് എന്ന ഹെഡിങ്ങിലാണ് ഈ ഹദീസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഞാൻ പറയാം, വായിക്കട്ടെ ഞാൻ വായിക്കാം. അതിൽ പറയുന്നത് അന്ന ഇമ്രാഅത്തൻ വുജിദത്ത് ഫി ബാദി മഗാജി റസൂലിന്റെ ഒരു യുദ്ധത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി കാണപ്പെട്ടു. റസൂൽ അപ്പോഴത് നിഷേധിക്കുകയാണ്. എന്ത്? ഖത്ലൻ നിസാഇ വസ്സിബിയാൻ, കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും കൊല്ലുന്നത് റസൂല് നിരോധിക്കുന്നു, അത് നിഷേധിക്കുന്നു റസൂൽ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ തൊട്ടുമുള്ള ഹദീസ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, റസൂൽ അത് കണ്ടിട്ട് നിഷേധിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ രണ്ടാമത്തെ ഒരു വിഷയം വന്നത് അതിനും അതാണ് ഞാൻ പറഞ്ഞത്, അറബിയിൽ അതിന് കൃത്യമായിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ജവാസ് ഖത്ല് അന്നിസാ വസ്സിബിയാൻ ഫിൽ ബയാത്തി മിൻ ഗൈരി തഅമ്മുദ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാതെ പിന്നെ അത്തരം പിന്നെ എന്താ പറയാ നമ്മുടെ അറ്റാക്കുകളിൽ ഈ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് പിന്നെ രണ്ടാമത്തെ വിഷയം. അവിടെ മനഃപൂർവ്വമല്ലാതെ ഒരു പക്ഷെ രാത്രിയുള്ള അറ്റാക്കിനോ അല്ലെങ്കിൽ കാണാതെയുള്ള അറ്റാക്കിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ്, റസൂല് മിനൽ യുബയ്യിത്തുൻ, അത് പിന്നെ രാത്രിയുള്ള സമയങ്ങളിൽ അങ്ങനെ പിന്നെ കുട്ടികളെ കൊല്ലുന്ന വിശദീകരണം വേണ്ടത്. ഒരു സൈഡിൽ അറബി ഒരു സൈഡിൽ മലയാളം ഉള്ള എനിക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് ഇത്രയും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അതെന്താ കുട്ടികളെ ആദ്യത്തെ അകത്ത് കൊല്ല അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അകത്ത് എന്തിനു അംഗീകരിച്ചു അത് പറ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ അവർ റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ അങ്ങനെ കൊല ചെയ്യപ്പെട്ടു. അപ്പം റസൂല് പറയുന്നത് എന്താ അവിടെ? ഹും എന്നല്ലേ പറയണേ, വെച്ചാല് അവരിൽപ്പെട്ടവരാണെന്നല്ലേ പറയണേ. അവരിൽപ്പെട്ടതാന്ന് പറയുമ്പോ അതിന്റെ മറുപടി ഇതുമായിട്ട് എന്താണ് യോജിപ്പ് എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും. വെച്ചാല് പിന്നെ അവിടെ കുട്ടികളും ഉണ്ട്, അവിടെ സ്ത്രീകളും ഉണ്ട്. അപ്പം റസൂല് പറയാണ് അവരിൽപ്പെട്ടവരാണ്. അപ്പൊ പിന്നെ എന്താ കൊല്ലണ്ടെന്ന് പറയുന്നത്? ആദ്യത്തെ ഒരു കാര്യം ഇത് പറഞ്ഞപ്പോൾ അവിടെ എന്താണ് കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്.
അല്ലാണ്ട് റസൂലിന്റെ ആദ്യം ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായ അബ്ദുള്ള വന്ന് പറഞ്ഞപ്പോഴത്തേനും മുഹമ്മദ് അത് അംഗീകരിച്ചില്ല. രണ്ടാമത്തെ അകത്ത് എന്താ പറഞ്ഞത്? സ്ത്രീകളെ അതാണ് പ്രശ്നം. രണ്ടാമത്തേത് പോയി കൊല്ലൂന്നല്ലോ പറയുന്നത്. ഇപ്പൊ പറയാം, സൈന്യങ്ങൾ പോയിട്ട് ഇങ്ങനെയുള്ള അറ്റാക്കിൽ കുറച്ച് സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടപ്പോ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അത് എന്ത് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഇപ്പം പറഞ്ഞ ഹദീസ് റസൂല് പോയിട്ട് കൊല്ലൂന്നല്ല പറയുന്നത്. റസൂല് അല്ല. അന്നേരം എന്നാ പിന്നെ അവരിൽ പെട്ടവർ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ഈ മുഹമ്മദിന് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു? അതെന്ത് പറഞ്ഞല്ലോ? അപ്പൊ മോളി പറഞ്ഞല്ലോ. ആദ്യത്തെ പറഞ്ഞത് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പറഞ്ഞ എന്തൊക്കെ ഉറപ്പിച്ചില്ലേ കൊന്നോളെ? അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ മറുപടിയിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്ത് ഡൗട്ട്? അതെന്താ വെച്ചാല് അവരിൽ പെട്ടതാന്ന് പറഞ്ഞത്. ഈ പെൺകുട്ടികളും ഈ കുട്ടികളും അവരിൽ പെട്ടവരാണ്. മുശ്രിക്കീങ്ങളിൽ പെട്ടവരാണെന്നാണ് റസൂൽ പറയുന്നത്. മുശ്രിക്കീങ്ങളിൽ പെട്ടവർ, അവർക്ക് അതേ വിധിയാണ് എന്നാണ് പറഞ്ഞാല് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ മുശ്രിക്കീങ്ങളാണ്. ഇത് തന്നെയാണ് ഹമാസ് തീവ്രവാദികളും ചെയ്തതിനെ പറ്റി ന്യായീകരിക്കുന്നവന്മാരോട് പറയാനുള്ളത്. യഹൂദന്മാരല്ലാത്തത് കൊണ്ട് അവരെ കൊല്ലുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അവിടെ പറയുന്നത്. കാരണം മുശ്രിക്കുകളാണ്. അങ്ങനെ മഹാ തീവ്രവാദികളല്ലേ ഈ കുട്ടികളെ ഇങ്ങനെ കൊന്നതുകൊണ്ട് തെറ്റില്ല എന്ന് അവിടെ മുഹമ്മദ് കൊന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് അവിടെ പറയുന്നത്. കാരണം അവരിൽപ്പെട്ടവർ തന്നെയല്ലേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന മഹാഭാബി പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് അവിടെ അംഗീകാരമാണ് വരുന്നത്. മുശ്രിക്കീങ്ങളാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് അല്ല, ആരും ആയിക്കോട്ടെ, അവര് കുട്ടികളല്ലേ. അത് കൊല്ലാൻ പാടില്ല മോള് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? അതിപ്പോ തൊട്ട് താഴെ വന്നിട്ട് അവര് പറയാണ് കൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞതിനെ സംബന്ധിച്ചാണ് കൊന്നു പോകാറുണ്ട്. അവരിൽപ്പെട്ടവർ തന്നെയല്ലേ എന്ന് പറയുമ്പോഴത്തേനും ഇനി നിങ്ങൾ അത് ചെയ്യരുതെന്ന് എവിടെയും ഇതിന്റെ താഴത്തേലുള്ളതിന്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തെക്കാളും 44, 45, 46 അല്ല 74, 75, 76 എന്ന് വരുമ്പോഴത്തേനുമാണ് കറക്റ്റ് തീരുമാനം. 74 പുള്ളി അന്നേരപ്പോഴത്തേനും നിഷേധിച്ചു. 75 അംഗീകാരം കൊടുത്തു. ശരിയല്ലേ? കാരണം അവരിൽപ്പെട്ടവർ തന്നെയല്ലേ എന്ന് പറയുമ്പോഴത്തേനും ഇനിയും കൊല്ലാൻ പോകുമ്പോഴും അവർക്ക് പ്രചോദനം ലഭിക്കുകയാണ്. മനസ്സിലായോ? അല്ലല്ലാന്നൊന്നും പറയണ്ട. കാരണം ഈ മുഹമ്മദ് അള്ളാഹു എന്ന് പറയുന്ന ഗോത്ര ദൈവം മുഹമ്മദൂടെ കാണിച്ചു കൂട്ടിയ ഈ തോന്നിയാസാണ് ഈ ലോകത്തെ തീവ്രവാദികൾ കുട്ടികളെ എങ്ങനെയാണ് പറയാ. അതിന് തൊട്ട് മുമ്പുള്ള ഹദീസ് ബ്രദർ എന്ത് ചെയ്യും? അപ്പം കടലിൽ വലിച്ചെറിയാൻ കഴിയും. കടലിൽ വലിച്ചെറിയും. അതാ പ്രശ്നം. നിങ്ങൾക്ക് വേണ്ടത് എടുക്കും, വേണ്ടാത്ത കടലിൽ വലിച്ചെറിയും. എന്നാ പിന്നെ താങ്കൾ ഒരു കാര്യം ചെയ്യും. മുഹമ്മദ് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആയത്ത് ഇങ്ങോട്ട് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങോട്ടും തന്നെ. ഹദീസല്ലേ ഞാൻ നേരത്തെ കൊണ്ടുവന്ന 1048 മോളത്തെ ഹദീസ്. കൊല്ലരുത് എന്നല്ല പറഞ്ഞത്. കൊല്ലരുതെന്ന് ആര് പറഞ്ഞു? അംഗീകരിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ യുദ്ധങ്ങളിൽ ഒന്നിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി അബ്ദുള്ളയുടെ ആധികാരികതയിൽ വിവരിച്ചപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിനെ അദ്ദേഹം അംഗീകരിച്ചില്ല. ശരി, തൊട്ട് താഴെ അംഗീകരിച്ചല്ലോ. തൊട്ട് താഴെ എന്ത് അല്ല, കേൾക്കൂ. നിങ്ങൾ പറഞ്ഞത് 1744 ഹദീസ്. അതിന് വേറെ A, B നാട്ട് കൊടുത്തിട്ടുണ്ടോ? ഏത് കൊടുത്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതിന്റെ B വായിക്കൂ. 1745 കൊടുത്തിട്ടുണ്ട്. 45 അല്ല, 1744 അറബിയിൽ ശരിക്കും പിന്നെ 24 നമ്പർ. അഥവാ നിങ്ങൾ ഏതായിരിക്കും പറയുന്നത്. 24ഉം 25ാമത്തെ ഹദീസും ഉണ്ട്. അതിലെന്താ പറയുന്നറിയോ? ഇബ്നു ഉമർ പറയാണ്, ഒരു പെണ്ണിനെ കൊല്ലുന്നതായിട്ട് കണ്ടപ്പോൾ റസൂൽ നഹ എന്ന് പറഞ്ഞാൽ നിരോധിച്ചു എന്നാണ് പറയുന്നത്. നിരോധിച്ചു. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് ഇട്ടരാം. 1744 ഈ പറയുന്നത്. 1744 ബാർ 24 ഉണ്ട്, ബാർ 25 ഉണ്ട്. മുസ്ലിമിന് അങ്ങനെ ഒരു നമ്പർ. അതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം നമ്പർ സിസ്റ്റം വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. ബാർ 24 ഉണ്ട്, ബാർ 25 ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ടരാം, കുഴപ്പമില്ല. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഷാർപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അതാണ് ഒരു എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 75 നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുന്നു പറഞ്ഞു. 75 അതാണ്. 75 റസൂൽ അവിടെ ഏറ്റവും കുറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയി കൊല്ലുന്നോ കൊന്നത് ശരിയാണെന്നല്ല പറയുന്നത്. അവരുടെ പിന്നെ പരലോകപരമായ വിഷയത്തിൽ. കാരണം പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഏത് പണ്ഡിതനാണ് അതിനെ വിശദീകരിച്ചു എന്ന് പറഞ്ഞത്? ഏത് പണ്ഡിതൻ? ഞാൻ പറഞ്ഞത് ഇമാം നവവി എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൽ നിങ്ങൾക്ക് പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ ഏറ്റവും എന്താ പറയാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സഹീഹ് മുസ്ലിമിന് എഴുതപ്പെട്ട
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇമാം നവവിയുടേതാണ്. അതാണ് ഞാൻ വായിക്കുന്നത്. നിക്ക് സോഫി മുസ്ലിം ഞാനൊന്ന് എടുത്തോട്ടെ, നിക്ക് ഞാനൊന്ന് എടുത്തോട്ടെ, മുസ്ലിം ഒന്ന് എടുത്തോട്ടെ. എടുത്തു. ഇമാം നവവിയുടെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് ബ്രദറെ, അതില് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ. എന്താ വെച്ചാല് അതിൽ എന്നിട്ട് പിന്നെ ഇമാം നവവി തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, കുട്ടികളെ സംബന്ധിച്ചുള്ള അവരുടെ പിന്നെ ഈ പിന്നെ വിധി, അവര് പിന്നെ പരലോകത്ത് അവരെ പിന്നെ എന്താകും എന്നുള്ള വിധിയെ സംബന്ധിച്ചൊക്കെയാണ് ആളെ സംബന്ധിച്ച് പറയുന്നത്. അപ്പം അവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. അവരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് മുശ്രിക്കീങ്ങളാണ്. പക്ഷെ മുശ്രിക്കീങ്ങളായാലും കൊല്ലരുതെന്നാണ് മോളത്തെ ഹദീസിൽ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ കിടന്നത് കള്ളത്തരം പറയുന്നത്? ഇത്രക്ക് കള്ളത്തരം താഴത്തെ ഹദീസിന്റെ അകത്ത് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അവരെ കൊന്നു പോകാറുണ്ടെന്ന് പറയുമ്പോഴത്തേന് അവരിൽ പെട്ടവരല്ലേ, മുശ്രിക്കുകളിൽ പെട്ടവരല്ലേ എന്ന് അംഗീകാരം കൊടുത്തതിന് തൊട്ട് മോളിൽ, അതിന് തൊട്ട് താഴെ എല്ലാം നിരോധിച്ചതല്ലേ വേണ്ടേ? ആദ്യമേ നിരോധിച്ചത് രണ്ടാമത് അംഗീകരിച്ചു കൊടുത്തു. അത്രക്ക് കള്ളത്തരമല്ല മുഹമ്മദ് കാണിച്ചു വെച്ചിരിക്കുന്നത്. താങ്കൾ എന്തിനാ ഇങ്ങനെ കടന്നു ഉരുണ്ട് കളിക്കുന്നത്? കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഈ ലോകത്ത് മുഹമ്മദും അള്ളാഹൂടെ ചെയ്തു കൊടുത്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹമാസ് തീവ്രവാദികളെന്നല്ല, ഈ വാര്യംകുന്നം പോലും കൊന്നു തള്ളിയത് ഈ ഹദീസുകളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കൊച്ചു കുട്ടികളെ വരെ വെറുതെ അതും ഇതും പറഞ്ഞോണ്ട് വരരുതേ, കള്ളത്തരം പറഞ്ഞോണ്ട് വരരുത്. ബ്രദർ പറയുന്ന കേട്ടാ തോന്നുന്നത് എന്താ വെച്ചാല്, ഈ ഹദീസൊക്കെ പിന്നെ കാലഗണന അനുസരിച്ച് തന്നെയാണ് എഴുതിയത് എന്നാണ് തോന്നുക. അങ്ങനല്ല. ഞാൻ പിന്നോട് ബ്രദറിനോട് മോളിന്ന് വായിക്കാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല്, ഇത് വിഷയക്രമീകരണത്തിലാണ് ഇത് ക്രോഡീകരിച്ചിട്ടുള്ളത് ബ്രദറെ. വിഷയക്രമീകരണത്തിലാണ് ക്രോഡീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിഷയക്രമത്തിലാണെങ്കിൽ തൊട്ട് താഴത്തെ ഹദീസ് ഒന്ന് വായിച്ചേ. ഈ 75 വായിച്ചില്ലേ, 45 വായിച്ചില്ലേ, 46 വായിച്ചേ. ഏത് വിഷയത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. 45, 46 വായിച്ചേ. വിഷയം അത് വായിച്ചേ. ഞാൻ വായിക്കാം. റസൂൽ എന്ത് ചെയ്തു? ബനൂ നദീറിന്റെ അടുത്ത വായിച്ചേ. 45 വായിച്ചേ. 46 വായിച്ചേ. 46 ഞാൻ വായിക്കുന്നത് ബ്രദറെ. വായിച്ചോ. എവിടുന്നാ വായിക്കുന്നത്? മുസ്ലിം അല്ല വായിക്കണ്ടേ? മുസ്ലിം വായിച്ചു. ബ്രദർ അതിലെന്താ പറയാന്ന് വെച്ചാല്, റസൂൽ പറയാണ് പിന്നെ ഈ ബനൂ നദീറിന്റെ ഈന്തപ്പന കരിച്ചു കളഞ്ഞു. ഓക്കെ, കരിച്ചു കളഞ്ഞു. 46-ാമത്തെ ഹദീസാണ് ഞാൻ വായിക്കുന്നത്. മുസ്ലിമിന്റെ അകത്ത് മുസ്ലിം ബനൂ നദീറിന്റെ ഈന്തപ്പഴം കത്തിക്കാനും മുറിക്കാനും അള്ളാഹുവിന്റെ റസൂൽ ഉത്തരവിട്ടതായ അബ്ദുള്ളയുടെ ആധികാരികതയിൽ വിവരിക്കുന്നു. ഈ തെങ്ങൽ വിളയിലും ഇതിന്റെ അകത്ത് എവിടാണ് ഈ ആദ്യത്തെ ഇതുമായിട്ട് എവിടാണ് ബന്ധമുള്ളത്? അത് വേറെ ഹെഡിങ് ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു ഓരോന്നിന്റെ ആധികാരികതയ്ക്ക് തുല്യമാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഇതിപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് ഓരോന്നും എന്തോ ആധികാരികക്ക് ഇതിലാ എഴുതുന്നതെന്ന്. ഇപ്പൊ ഇത് വന്നപ്പോഴത്തേനും അടുത്ത സ്ഥലത്തേക്ക് ഓടിയല്ലോ. ആധികാരിക ക്രോണോളജി ഇല്ലാന്ന് പറഞ്ഞത് ഞാനാണ്. കൊച്ചു കുട്ടികളെ കൊന്നു തള്ളാൻ വേണ്ടിയുള്ള മുഹമ്മദ് നടത്തിയ ഈ സംഭവമാണ് ഇപ്പോഴും ഈ ഹമാസിനെ പോലുള്ള തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല വേറെ ഒന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നിരോധിച്ചു എന്നുള്ള ഒരു സംഭവം കാണിച്ച് ആദ്യത്തെ അകത്ത് അംഗീകരിച്ചില്ല, രണ്ടാമത്തെ അകത്ത് കറക്റ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് രണ്ടാമത്തെ അകത്ത് അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം കുട്ടികളെ സ്ത്രീകളെ ഞങ്ങൾ കൊന്നു പോകാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അവര് മുശ്രിക്കുകളിൽ പെട്ടവരല്ലേ? കാരണം അള്ളാഹുവിലും മുഹമ്മദിനും വിശ്വസിക്കാത്തവർ മുഴുവനും മുശ്രിക്കുകളാണ്. അവരെ കൊന്നു തള്ളാൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോഴും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലാന്നൊന്നും പറയുന്നത്. ഒരു മിനിറ്റ് അലംബ്രദർ, മുസ്ലിമായ ഒരുത്തൻ അത് ചെയ്യത്തില്ല എന്നാണോ താങ്കൾ പറയുന്നത്? മുസ്ലിമായ ഒരുത്തനും ചെയ്യില്ല, മുസ്ലിം വായിച്ചൊരുത്തനും ചെയ്യില്ല. കാരണം മുസ്ലിമായിട്ടുള്ളവർ അത് ചെയ്യത്തില്ല എന്നാണോ പറയുന്നത്? യഥാർത്ഥ ഇസ്ലാം
എന്താണ് യഥാർത്ഥ ഇസ്ലാം? എന്താണ് യഥാർത്ഥ ഇസ്ലാം? എന്തുവാ യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിരപരാധികളെ കൊല്ലരുത്, അതാണ്. നിരപരാധികളെ കൊല്ലരുത്. കൊല്ലരുത്. മുഹമ്മദ് ഒരു നിരപരാധിയെ കൊന്നതായിട്ട് അറിയാവോ? പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് പറ. ഞാൻ പറഞ്ഞതിന് ശേഷം വെള്ളം പൂശാൻ നിൽക്കണ്ട, ആദ്യമേ പറ ഉണ്ടോ ഇല്ലയോ. നിരപരാധി ഒരു സ്ത്രീയെ കുട്ടികളെ ആരെങ്കിലും കൊന്നായിട്ട് വല്ലതും ഉണ്ടോ? ഓർമ്മയില്ല. എന്റെ ഓർമ്മയിൽ എന്തായാലും ഇല്ല. നിങ്ങൾ പാട്ടുപാടിയ സ്ത്രീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുഹമ്മദ്? ഏത്? അത് നിങ്ങൾ തെളിച്ച് പറയത്. അത് ഇങ്ങനെ അല്ല, പാട്ടുപാടിയ ഏതെങ്കിലും സ്ത്രീയെ കൊന്നിട്ടുണ്ടോ? എന്റെ ബ്രദർ, അത് ഫുള്ളായിട്ട് പറയുന്നത്. എനിക്ക് പാട്ട് അങ്ങനെ പറഞ്ഞ ഒരു പാട്ട് ഒരു കവിത പാടിയ ഒരു സ്ത്രീയെ പറഞ്ഞു ബ്രദർ. ഏതാണ് ഹദീസ്? എന്താണ്? ആ ഹദീസ് ആരുടെ കയ്യിലുണ്ടെന്ന് എടുത്തേ. ഞാന് ഹദീസില്ല, സീറത്തുൽ റസൂലുള്ള ഇബ്നു ഇശാഖിന്റെ സീറത്തുൽ റസൂലുള്ളയിൽ അത് എഴുതിയിട്ടുണ്ട്. ഈ അസ്മാ ബിന്തു മർവാനെ മുഹമ്മദ് കൊല്ലാൻ വേണ്ടി തന്നെ വിടുന്നു. എനിക്ക് ബ്രദർ പിന്നെ ടൈം കിട്ട. ഇതിപ്പം ചർച്ച അധികം നടക്കാറുണ്ടല്ലോ ഇവിടെ, അല്ലെ? ഉണ്ട്. എനിക്ക് പോകുന്നില്ല ബ്രദർ. അല്ല, എന്നെ ഇവിടെ പലയാൾക്കും പരിചയമുണ്ട്. ഞാൻ അങ്ങനെ ഇടക്കിടക്ക് വരുന്ന ആളാണ്. ഞാൻ ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ എന്തോലും പോകണ്ട. ഇപ്പൊ ഇവിടെ നിക്കേ. ഇപ്പൊ ഇവിടെ പോകുന്നില്ല ബ്രദറെ. ചർച്ച ഇവിടെ അതിനെ വിടുന്നുള്ളൂ. അല്ല ബ്രദറെ, ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ നിങ്ങളോട് പിന്നെ പങ്കുവെക്കാനാണ്. എനിക്ക് ക്രൈസ്തവ ഇതിന് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എനിക്ക് എന്നാന്ന് വെച്ച ഒരു സമയം. ഇപ്പോഴല്ല, ഇപ്പോഴും വേണ്ട. ഇപ്പൊ ഇത് മുഹമ്മദിനെ ഖുറാനെ കുറിച്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ സംസാരിക്കാം. പക്ഷെ എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്. അതെനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല. എനിക്ക് ആകെ പരിചയമുള്ളത് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഇവിടെയാണ്. അപ്പൊ എനിക്കൊന്ന് അത് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം തങ്ങളുടെ ഞങ്ങളുടെ എല്ലാ സമയത്തിനനുസരിച്ച് നമുക്കൊരു ക്രമീകരണം വരുത്താം. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ മുഹമ്മദിനെ ഇബ്നു ഇശാഖ് രചിച്ച അത് തീർത്തരാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ എപ്പോഴും നമ്മളോട് ചോദിക്കുകയല്ലാതെ ഇപ്പൊ അമ്മയ്ക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവസരമില്ല. ഇത് അല്ല അതെന്താ അറിയോ സംഭവം എന്നറിയോ? അത് ഈ ഇസ്ലാമിക പണ്ഡിതനുള്ള വേഷത്തിൽ നടന്ന ഒരു ആളുണ്ട്, MM അക്ബർ എന്ന് പറയുന്ന ഒരു കാട്ടറബിയുണ്ട്. പുള്ളി ഈ ക്രിസ്ത്യാനികൾ അവരവരുടെ ദൈവത്തെ ആരാധിച്ച് അമ്പയറും കൊട്ടി അതിൻ്റെ അകത്ത് ഇരുന്നപ്പോഴത്തേനും പുള്ളി പല സ്ഥലങ്ങളിൽ സ്റ്റേജ് വലിച്ചു കെട്ടിയിട്ട് യേശു ദൈവമല്ല, മദ്യം വിളമ്പി യേശു ക്രിസ്ത്യാനിറ്റിയുടെ ജീവിതം ശരിയല്ല, നമ്മൾ സ്റ്റേജ് വലിച്ചു കെട്ടിയപ്പോഴത്തേനും ചില ആൾക്കാർ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചോദ്യവും മുസ്ലിം ലോകത്തോട് ചോദിച്ചോളൂ, ഞങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. മനസ്സിലായോ? ഞങ്ങൾ അതെല്ലാം ഞങ്ങളുടെ ഇരിപ്പുണ്ട്. അന്ന് ആ കാട്ടറബി പറഞ്ഞ വോയിസും CD എല്ലാം ഞങ്ങളുടെ ഇരിപ്പുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം പുള്ളിയാണ് ഈ കേരളക്കരയിൽ ഇത്രത്തോളം മോശപ്പെട്ട ഒരു വഴി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം മാത്രം ചോദിച്ചത്. പുള്ളിയാണ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോളൂ, ഞങ്ങൾ എപ്പോഴും മറുപടി പറയും, ഞങ്ങൾ തിരിച്ചു ചോദിക്കല. ബ്രദർ ബൈബിൾ അംഗീകരിക്കുന്ന ആളല്ലേ? അതെ. ഈ ഫലസ്തീനിൽ തന്നെ പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവാണ്, യോശുവ പ്രവാചകന്റെ പുസ്തകത്തിലോ മറ്റോ കുട്ടികളെ കൊല്ലാൻ പറയുന്നില്ല. അതെന്താ സംഭവം? അതെടുത്തൊന്ന് വായിച്ചേര്. അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കലും സംശയം വെച്ചൊന്നും ചോദിച്ചിട്ടില്ല, അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഹദീസ് നമ്പർ ഖുർആൻ ആയത്ത് വെച്ചിട്ട് സംസാരിച്ചുള്ളൂ. അല്ലല്ല ഈ മറുപടി വിഷയം ഇത് നിക്ക് ഈ മറുപാട് വിഷയം എന്ന് പറയട്ടെ. നിക്ക് ഈ മറുപാട് വിഷയം എന്ന് പറഞ്ഞു തീർക്കട്ടെ. പറയട്ടെ. അതിനുശേഷം അടുത്തതിന് ശേഷം സംസാരിച്ചോളൂ. ഇത് വന്ന് വായിക്കട്ടെ. ഇബ്നു ഇശാഖ് രചിച്ച സീറ റസൂലുള്ള എന്ന ഗ്രന്ഥത്തിലുള്ള ഈ സംഭവം ഒന്ന് വിവരിക്കാം, കേട്ടോണം. അതിന്റെ ഇതൊന്ന് വായിക്കട്ടെ. ഞാനിതൊന്ന് വായിക്കട്ടെ. നിങ്ങൾ എന്താണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന മഹാഭാവി ചെയ്തു കൂട്ടി ഇതിനെപ്പറ്റി വായിക്കാൻ തന്നെ താങ്കൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഈ മഹാഭാവി ചെയ്തൊന്ന് വായിക്കട്ടെ. മുഹമ്മദ് മഹാഭാവി ചെയ്തൊന്ന് വായിക്കട്ടെ. ഞാൻ അതല്ല പറയണേ ബ്രദറെ, ഞാൻ അതല്ല. ഒന്നിന് ഞാൻ ഇങ്ങനെ സംസാരിച്ചല്ലോ, നിങ്ങൾ എന്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നൂടെ? ചെയ്ത് തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിത് ചെയ്തു തരാന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ചെയ്തു തരാന്നേ. ഞാനിതൊന്നും
ഇന്നലെ ചെയ്തൂടെ? എന്തൊക്കെയാണ് ഇത് വായിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അവിടെ ഇരിക്കും. ഇത് വായിച്ചു മുഹമ്മദ് ഇത് വായിച്ചാ ചെയ്യുമല്ലോ. 675 676 അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. മദീനയിലെ ആദരണീയനായ ഒരു യഹൂദ കവിയും 110 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന അബു അഫാക്കിനെ മുഹമ്മദിനെതിരെ കവിതകൾ എഴുതിയതിനാൽ പ്രവാചകന്റെ ആജ്ഞയനുസരിച്ച് മുഹമ്മദ് വധിച്ചു. ആ കൊലപാതകത്തിനുള്ള പ്രതിഷേധമായി മറ്റൊരു യഹൂദ കവിയത്രിയായ അസ്മാ ബിൻ മർവാൻ എന്ന യുവതി മുഹമ്മദിനെതിരെ ഒരു കവിത രചിച്ചു. ഈ കവിതയിലൂടെ ഇസ്ലാമിന്റെ പ്രവാചകനെ വധിക്കാൻ അവൾ ആഹ്വാനം ചെയ്തു. ഈ വിവരം മുഹമ്മദിന്റെ ചെവിയിലെത്തിയപ്പോൾ അസ്മാ ബിൻ മർവാനെ വധിക്കാൻ ഉമൈർ ബിൻ അൽ ഐദ് അൽ ഖാത്തിമിയെ പ്രവാചകൻ അയച്ചു. അസ്മയ്ക്ക് ചെറിയ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. താങ്കൾ പറഞ്ഞ ഞാൻ കേൾക്കുന്നില്ല, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കുക. കാരണം ഞാൻ ഇത് വായിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് ഇതൊന്നും അറിയണം. മനസ്സിലായോ? താങ്കളോടെ മൈക്ക് വായിക്കാവോ? എവിടുന്ന് വായിക്കാവോ? എവിടുന്നാ വായിക്കണ്ടേ? പിന്നെ ഒരു കാര്യം എനിക്ക് ഒരു മിനിറ്റ്. ഇബിൻ ഇഷാഖ് രചിച്ച സീറാ റസൂലുള്ള എടുക്ക് പുസ്തകം എടുക്കും. അല്ലല്ല പുസ്തകം എടുത്തു. ഇല്ല ഇനി ആ പുസ്തകം എടുക്ക്. ദി ലൈഫ് ഓഫ് മുഹമ്മദ്. ബ്രദർ പിന്നെ ചെയ്തോളൂ, പ്രശ്നമില്ല. ഇല്ല പിന്നെ ചെയ്യുന്നില്ലാന്നേ. പുസ്തകം എടുത്തപ്പോ വായിച്ചു. അല്ലല്ല ഇല്ല ചെയ്യുന്നില്ല. ഇനി അതെടുത്തു. ഇല്ല ഒരു സഹകരണം വേണ്ട. എനിക്ക് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒറ്റ മുഹമ്മദിനുമായിട്ട് ഒരു സഹകരണം ഇല്ലാത്തവനെ. അങ്ങനെയാണ്. ഇല്ല അതങ്ങനെയാണ് താങ്കൾക്ക് തന്നെ ഫ്രണ്ട്സ് ആക്കാൻ പറ്റുന്നത്. ബഹുദ വിശ്വാസികൾ അശുദ്ധരാന്ന് നിങ്ങളുടെ വിശുദ്ധമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു. അന്ത്യനാളിൽ സകല മുസ്ലിങ്ങളുടെ പാപങ്ങൾ പർവ്വതം പോലുള്ള പാവങ്ങൾ യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ വെച്ച് കെട്ടി വിടുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസുകളുടെ മുമ്പിൽ ഇരിക്കുന്ന താങ്കളാണോ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഞാൻ താങ്കളുടെ സുഹൃത്താണെന്ന്? അള്ളാഹുവിനും മുഹമ്മദിനും ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും എതിരാണ്. ബഹുദ വിശ്വാസികളോട് ഉറ്റമിത്രമായി സ്വീകരിക്കുന്നത്, യഹൂദനെ ക്രിസ്ത്യാനി ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഖുറാനായത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന താങ്കളാണോ എന്നിട്ട് പറയുന്നത് ഞാൻ താങ്കളുടെ സുഹൃത്താണെന്ന്? അങ്ങനെയാണെങ്കിൽ എനിക്ക് പക്ഷെ താങ്കളെ അങ്ങനെ കാണാം. താങ്കൾ പക്ഷെ ഒരിക്കലും അല്ലല്ല ഇതെടുത്ത് അല്ലല്ല എന്നാ താങ്കൾ അവിടെ പറയത്തുള്ളൂ. ഞാനിതൊന്ന് വായിച്ചെല്ലാം കേൾപ്പിക്കട്ടെ. മഹാഭാവി ചെയ്തു കൂട്ടിയത്. അപ്പോൾ 5 കുട്ടികളാണ് അസ്മയ്ക്ക് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഉമേർ രാത്രിയിൽ അസ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ 4 ആൺകുട്ടികൾ അസ്മയുടെ ഇടത്തും വലത്തും ഇളയ കുട്ടി പാൽ കുടിച്ചുകൊണ്ട് അസ്മയുടെ മാറിടത്തിൽ കിടന്നും ഉറങ്ങിപ്പോയിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന അസ്മയുടെ മാറിടത്തിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയ ശേഷം ഉമേർ തന്റെ വാൾ അസ്മയുടെ നഗ്നമായ മാറിടത്തിൽ കുത്തിയിറക്കുകയും അത് അവളുടെ മുതുക് തുളച്ച് പുറത്തു വരികയും ചെയ്തു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് കുത്തിയിറക്കുകയും ഞെട്ടി കരയുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് അവരുടെ അമ്മയെ കൊന്നു കളഞ്ഞതിന് ശേഷം ഉമേർ രാവിലെ തന്നെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരായി അസ്മയെ വധിച്ച കാര്യം അറിയിച്ചു. പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമേർ ബിൻ അൽ ആദിയെ അൽ ഖാത്തമിയെ നോക്കിക്കൊള്ളട്ടെ. ഇസ്ലാമിന്റെ ശക്തി മനസ്സിലാക്കിയ ആ യഹൂദ ഗോത്രം ഇസ്ലാം ആശ്ലേഷിച്ചു. എങ്ങനെ? ഈ ഒരു സ്ത്രീയെ കൊന്നതിന്റെ പേരിൽ ആ ഒരു യഹൂദ ഗോത്രം അങ്ങനെ പീഡിപ്പിച്ചു കയറ്റിയതാണ്. ഇതിനെ ഇബിൻ സാദിന്റെ കിതാബൽ തബാക്കത്തൽ കബീർ, മൊയ്നുൽ ഹക്കിന്റെ തർജിമ വാല്യം 2 പുറം 30-31 ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അബു അഷാഖും അൽസമയും മുഹമ്മദിന്റെ അധികാരപരിധിയിൽ ഉള്ളവരായിരുന്നില്ല. നിക്ക് യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. മനസ്സിലായോ? അബു അഫാഖും അസ്മയും മുഹമ്മദിന്റെ അധികാരപരിധിയിൽ ഉള്ളവരായിരുന്നില്ല, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ കവിതകൾ മുഹമ്മദിനെ അസഹ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഗോത്ര തലവന്മാരോട് പറഞ്ഞ് കവിത ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയല്ലേ വേണ്ടത്. ഈ കുട്ടികളുമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന, മാറിൽ കിടത്തി പാല് കൊടുത്തുകൊണ്ടിരുന്ന ഈ സ്ത്രീയെ, പാല് കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ എടുത്ത് മാറ്റിയിട്ട് ആ നരാധമൻ ഈ കുട്ടിയെ കൊന്നു കളഞ്ഞിട്ട് ഈ അമ്മയെ മാറ്റി നിർത്തി കുട്ടിയെ കൊന്നു കളഞ്ഞ ഇവനെയൊക്കെ എന്ത് പറയാനാണ്? എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആള്. അയാളെ പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്?
അള്ളാഹുവിനെ അവന്റെ പ്രവാചകനെ സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആരെ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ ഉമൈർ ബിൻ അൽ അദി അൽ ഖാത്തമിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. എന്നിട്ട് പറയാണ്, ഇസ്ലാമിന്റെ ശക്തി മനസ്സിലാക്കിയ യഹൂദ ഗോത്രം എന്ത് ചെയ്തു? ഇസ്ലാം ആശ്ലേഷിച്ചു. ഈ സ്ത്രീയെ കൊന്നതിന്റെ പേരിൽ ഭയപ്പെട്ട്. അതിന് ഇബിൻ സാദിന്റെ കിതാബൽ തബാക്കത്തൽ കബീർ, മൊയ്നുൽ ഹക്കിന്റെ തർജിമ വാല്യം 2 പുറം 30, 31 ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രക്കൊരു നരാധമനാണ്. എന്നിട്ടാണ് പറയുന്നത് കുട്ടികളെ കൊല്ലാൻ, സ്ത്രീയെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഈ മുഹമ്മദിന്റെ അധികാരപരിധിപ്പെട്ടവരായിരുന്നില്ലല്ലോ അഫാഖും അസ്മയും. ഈ അവര് വേറൊരു ഗോത്രത്തിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞോട്ടെ, അവര് വേറൊരു ഗോത്രത്തിൽപ്പെട്ടതാണ്. ആ ഗോത്രത്തലവന്മാരോട് പറഞ്ഞിട്ട് ഇവരെ കവിത ഇത് പിന്തിരിപ്പിച്ചാ പോരായിരുന്നോ? ഇതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. ഇത്രക്ക് കള്ളത്തരം, ഇത്രക്ക് മോശത്തരം ചെയ്ത ഒരു മനുഷ്യൻ വേറെ ഇല്ല. എന്നിട്ട് വന്നിട്ട് പറയാണ് ഹമാസ് കൊല്ലില്ലേ, ഹമാസ്. ഇവിടെ കുറെ എണ്ണം കിടന്നിട്ട് മനസ്സിണക്കപ്പെട്ട കുറെ കാഫറുകൾ കിടന്നിട്ട് നിലവിളിക്കാണ് ഹമാസ്. ഹമാസിന്റെ പാലസ്തീൻ കുട്ടികളെ കൊല്ലുന്നേ. ഇവന്മാര് ഈ 7-ാം തീയതി വന്നിട്ട് ഇച്ചിരി ഇല്ലാത്ത ഈ കുട്ടികളെ, ഇവരെന്താ പാവക്കുഞ്ഞുങ്ങളായിരുന്നു ഇസ്രായേലിലുള്ളവര്? ബ്രദറെ ഞാൻ പറഞ്ഞോട്ടെ, ഇനി താങ്കൾ പറഞ്ഞ സംഭവത്തിനോട് പ്രതികരിച്ചോട്ടെ. താങ്കൾ പറഞ്ഞ സംഭവം അത് സഹീഹാണ്, ദാറ്റ് മീൻസ് പ്രബലമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ടോ? ഈ പറഞ്ഞ സംഭവം പ്രബലമാണ് ഞാൻ വായിച്ചത്. എങ്ങനെ? ഞാനിപ്പോ ഈ വായിച്ച ഹദീസാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഹദീസ് ആവണമെന്നില്ല, എല്ലാ സംഭവവും എല്ലാത്തിനും ഉണ്ടല്ലോ ബ്രദറെ. ഇപ്പം ഇബ്ൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആളാരാ? ഇബ്ൻ ഇസ്ഹാഖ് പറഞ്ഞാലും എന്താണെന്നറിയോ? ഇബ്ൻ ഇസ്ഹാഖിന്റെ സീറ റസൂലുള്ള എന്ന് പറയുന്ന ഗ്രന്ഥം എന്താണ് ഒന്ന് പറയാമോ? ഞാൻ പറയാം. സീറ റസൂൽ എന്ന് പറഞ്ഞ റസൂലിന്റെ ചരിത്രമാണ് ബ്രദറെ. അതിൽ ചരിത്രം പറയുമ്പോൾ എന്താണെന്നറിയോ ബ്രദറെ? അതിനൊരു ഇത് കൊടുക്കും, എന്താ പറയാ, ഇസ്നാദ് എന്ന് പറയും. അതിനൊരു എന്താ പറയാ, ഒരു താങ്കൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ഭാഗം വായിച്ചിട്ടുണ്ടോ ബ്രദർ? എന്റെ ആ പുസ്തകം ഉണ്ട്. എടുത്ത് വായിച്ച്. എന്റെ പുസ്തകം ഉണ്ട്. ഞാൻ അറബി വായിച്ചു. അറബി അറിയാവുന്ന ആളിനെ ഇപ്പൊ നമ്മൾ ഈ റൂമിൽ കൊണ്ടുവരാം. ആരെങ്കിലും ആ വാരനെ എന്ന് വിളിച്ച അറബി ഗിബറച്ച ആ വാരനെ എന്ന് വിളിച്ച വിളിച്ചു. അജീഷ് ബ്രദറെ, ഇത്രതരം ഇയാൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അറിയാവോ? ഇപ്പൊ അറിയാം. പുസ്തകം എടുക്ക്. പുസ്തകം ഏതാന്നറിയോ? പുസ്തകം ഏതാ ഷിനാദ്? പുസ്തകം ഏതാ? നിങ്ങൾ കറക്റ്റ് അതിന്റെ ഇതിട്ടെ. അല്ലല്ലോ, ഇടുന്നില്ല. പുസ്തകം ഏതാ? നിങ്ങളിപ്പോ സീറത്ത് റസൂലിന്നല്ലേ വായിച്ചേ? സീറത്ത് റസൂലുള്ള അതെടുത്തോ, അതെടുക്ക. അതിന് നമ്പർ കൊണ്ടോ ഏതാ സംഭവം? ദി ലൈഫ് ഓഫ്, ആ ബുക്കിന്റെ പേരെന്തുവാ? ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്നല്ലേ? അല്ല, അതെന്താ അറിയോ ബ്രദർ? കറക്റ്റ് വെറുതെ കള്ളത്തരം പറയാ. നിങ്ങൾ അങ്ങനെ കിടന്നല്ലോ കള്ളത്തരം പറയാം. ഇവിടെ കിടന്നോണ്ട് മെഴുകാതെ. ഈ മെഴുകളൊക്കെ തവണ നിങ്ങൾ 2 തവണ ഹദീസ് പറഞ്ഞിട്ട് എന്താ അവസ്ഥയായത്? എന്താ അവസ്ഥ? മുഹമ്മദ് ഒരു പക്കാ ക്രിമിനലാണ്. കുട്ടികളെ കൊല്ലാൻ വേണ്ടി ഇത്രത്തോളം ആഹ്വാനം ചെയ്ത ഒരു മനുഷ്യനാണെന്ന് ഇവിടെ ഇല്ല. ആര് പറഞ്ഞു? മുസ്ലിം വായിച്ചു ശരിക്കും സോപ്പിട്ട് വഴിക്കോ, മുസ്ലിം വായിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ബുഖാരി എടുത്ത് പോവായിരുന്നു. നിങ്ങൾ എന്നെ മുസ്ലിം വന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബുഖാരി കുടുങ്ങിയതാരാ? മുഹമ്മദ് എന്ന് പറയുന്ന മഹാഭാവിയാണ് കുടുങ്ങിയത്. താങ്കളും കുടുങ്ങിയിട്ടുണ്ട്. കുടുങ്ങി കിടക്കുകയാണ്. അവിടെ എങ്ങനെയും തലയൊന്ന് ഊരിക്കൊണ്ടു. ഇനി കുറച്ചു നേരത്തേക്ക് എടുക്കും. നിങ്ങൾ മുസ്ലിം സീറത്തുൽ റസൂലുള്ള എടുക്കല്ലേ? താങ്കൾ പറഞ്ഞില്ല, താങ്കളുടെ എല്ലാ പുസ്തകം എടുക്ക്. 76-ാമത്തെ പേജ് എന്റെ DP ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്ക. വായിച്ചോ. അത് ഇംഗ്ലീഷ് ആണേ. വായിച്ചോ. കള്ളത്തരം പറഞ്ഞിട്ട് വരുന്നു.